കാസർഗോഡ് തെരുവ് നായ ആക്രമണത്തിൽ 1.5 വയസ്സുള്ള കുട്ടിക്ക് പരിക്കേറ്റിരിക്കുകയാണ്. ഗുരുപ്രസാദ് തുളസി ദമ്പതികളുടെ മകൻ ഋതുരാജിനാണ് കടിയേറ്റത്. വിശദാംശങ്ങളുമായി കാസർഗോഡ് നിന്നും KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, എങ്ങനെയാണ് ഈ കുട്ടിക്ക് തെരുവുനായയുടെ കടിയേറ്റത്? നവമി, കാസർഗോഡ് ജില്ലയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇത്തരത്തിൽ തെരുവുനായ ശല്യം രൂക്ഷമാണ്. ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ പൈവെളികയിൽ ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ വീടിന് സമീപം ഈ കുട്ടി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഒരു തെരുവുനായ കൂട്ടം അങ്ങനെ തന്നെ വന്ന് ഈ കുട്ടിയെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഈ കുട്ടിയുടെ അമ്മ സമീപത്ത് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ മുഖത്ത് ഈ തെരുവുനായ ആക്രമിക്കുന്ന അല്ലെങ്കിൽ ഗുരുതരമായ പരിക്കേൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. കടിയേറ്റ് ഏതായാലും കുട്ടിയെ ഇപ്പോൾ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഈ പരിക്ക്, മുഖത്തുള്ള പരിക്ക് ഗുരുതരമാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം എത്രത്തോളം കടിയേറ്റിട്ടുണ്ട് എന്നത് സംബന്ധിച്ച്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് കാറെടുക്കയിൽ ഒരു സ്ത്രീക്ക് നേരെ ഇത്തരത്തിൽ തെരുവുനായ കടിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. അതിന്റെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ അന്ന് പുറത്തു വന്നിരുന്നു. കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും അങ്ങനെ തെരുവുനായയുടെ അക്രമം ഒരു പതിവാകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിനെതിരെ നടപടിയൊന്നും സ്വീകരിക്കുന്നില്ല. ഇത്തരത്തിൽ നിരന്തരം തെരുവുനായ ആക്രമണത്തിന്റെ റിപ്പോർട്ട് വരുമ്പോഴും ഇതിനെതിരെ നടപടിയെടുക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മുൻകൈ എടുക്കുന്നില്ല എന്നൊരു ആക്ഷേപം ഏതായാലും ഉയരുന്നുണ്ട്. ഇതിപ്പോൾ പൈവെളികയിലാണ് ഗുരുപ്രസാദ് തുളസി ദമ്പതികളുടെ മകൻ ഋതുരാജിനാണ് ഇങ്ങനെ മുഖത്ത് തെരുവുനായ കൂട്ടത്തിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. നവമി, ബൈജു, ഇത് തന്നെയാണ്, ഈ തെരുവുനായ ആക്രമണം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. എത്ര തവണ നമ്മൾ പറഞ്ഞിട്ടും നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടും ഒന്നും അധികാരികൾ വേണ്ട രീതിയിൽ ഇതിനെ ശ്രദ്ധിക്കുന്നില്ല. കാരണം ഇതിപ്പോൾ കുഞ്ഞു കുട്ടിക്കാണ് ഇത്തരത്തിൽ വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ തെരുവുനായ ആക്രമണം ഉണ്ടാകുന്നത്. കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ കാൽനട യാത്രക്കാർക്ക് കടിയേൽക്കുന്നു. എന്തിനേറെ പറയുന്നു, നമ്മൾ ഇരുചക്ര വാഹനത്തിൽ പോകുന്നവർക്ക് പോലും തെരുവുനായ്ക്കളുടെ കടിയേൽക്കുന്നത് സ്ഥിരം കാഴ്ചയായി മാറുകയാണ്. എന്താണ് അവിടെയുള്ള അധികൃതർ വ്യക്തമാക്കുന്നത്? എന്തുകൊണ്ടാണ് ഇവർ ഇതിനൊരു ശാശ്വതമായിട്ടുള്ളൊരു നടപടി അല്ലെങ്കിൽ പരിഹാരം സ്വീകരിക്കാത്തത്? നവമി, തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് ഇത് പ്രധാനമായും ഇത്തരം തെരുവുനായ ശല്യം അകറ്റാൻ മുൻകൈ എടുക്കുന്നത്. പക്ഷേ അവരുടെ ഭാഗത്തുനിന്നും നിസ്സംഗത തുടരുന്നു എന്ന് വേണം ഈ ഒരു പൈവെളികയിലെ സംഭവം കൂടി ഇപ്പോൾ പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ തെരുവുനായ ആക്രമിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. പക്ഷേ എന്നിട്ടും ഇത് വേണ്ട ഗൗരവത്തിലെടുക്കുന്നില്ല. ജില്ലാ പഞ്ചായത്തിന്റെ കീഴിൽ APC സെന്ററുകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഏതാനും നാളുകൾക്ക് മുൻപ് നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് APC സെന്ററിൽ നിന്നും ഇത്തരത്തിൽ പിടികൂടിയ നായകളെ മറ്റൊരു കേന്ദ്രത്തിൽ കൊണ്ടുവിടുന്ന അത്തരത്തിൽ നിസ്സംഗത ഇവരുടെ ഭാഗത്തുനിന്നും തുടരുന്നുണ്ടെന്ന് വേണം ഇതിൽ നിന്നും മനസ്സിലാക്കാൻ. ഇത് നവമി സൂചിപ്പിച്ചതുപോലെ തന്നെ വീടിനകത്ത് അല്ലെങ്കിൽ വീടിന് കോമ്പൗണ്ടിനകത്തൊക്കെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ തെരുവുനായ കൂട്ടം ഒന്നാകെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അത് വലിയ തോതിൽ ഗൗരവത്തിലെടുക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. അത് പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പിന് ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. ഈ തെരുവുനായ ശല്യം അത് ഒഴിവാക്കണം. പ്രത്യേകിച്ച് ഗ്രാമങ്ങളിൽ നിന്നോ നഗരങ്ങളിൽ നിന്നോ വ്യത്യാസമില്ലാതെ തെരുവുനായ ശല്യം ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനം. നഗരത്തിൽ നിന്ന് പോലും തെരുവുനായയുടെ കടിയേൽക്കുന്ന സാഹചര്യം നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ ഗൗരവമായ ഒരു നടപടി അത് ജില്ലാ പഞ്ചായത്തിന്റെ മുൻകൈയെടുത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എടുക്കേണ്ട സമയം അതിക്രമിച്ചിരുന്നു. കാരണം അത്രത്തോളം നിരന്തരം അല്ലെങ്കിൽ ഓരോ ദിവസവും ഈ തെരുവുനായ ആക്രമിക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ജില്ലാ ആശുപത്രിയിൽ, കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലെ ഈ 2ാം നിലയിൽ ഇങ്ങനെ തെരുവുനായ കൂട്ടം എത്തിയ ഒരു കുട്ടിയെ കടിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതായത് കൂട്ടിരിപ്പുകാരനായ ഒരു 16 വയസ്സുകാരനെയാണ് ഇത്തരത്തിൽ തെരുവുനായയുടെ ആക്രമണം ഉണ്ടായത്. അങ്ങനെ ഈ സംരക്ഷിക്കപ്പെടേണ്ട അല്ലെങ്കിൽ ചികിത്സിക്കപ്പെടേണ്ട ആശുപത്രിക്കകത്ത് പോലും തെരുവുനായ വിലസുന്നു എന്ന് വേണം ഇതിൽ നിന്ന് പറയാൻ. ഇപ്പോൾ ജില്ലാ ആശുപത്രിയിൽ ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് കുറച്ചു ദിവസം അവിടെ ഈ തെരുവുനായകളെ പിടിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴും ആ ശല്യം അവിടെ തുടരുകയാണ്. ശരി, KV ബൈജു ആണ് വിശദാംശങ്ങൾ നൽകിയത്. വീടിന് സമീപത്ത് നിന്ന് കളിച്ചുകൊണ്ടിരുന്ന 1.5 വയസ്സുകാരനാണ് തെരുവുനായയുടെ ആക്രമണമേറ്റത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.